മണിക്കുട്ടിയെ ഞങ്ങൾ അങ്ങനെ അയ്യത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പെരേടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോഴികളൊക്കെ ഇവിടെ നിൽക്കുന്നു, അതിനെ സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് പുള്ളിക്കാരി. പിടിച്ച് തിന്നുവോന്ന് അറിഞ്ഞില്ല. ബാക്കിയുള്ളവരെല്ലാം നിൽക്കുന്നു വലയ്ക്കപ്പുറം. അണ്ണാ ഇവരെയൊക്കെ അകത്ത് കയറ്റിവിട്ടല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് നശിപ്പിക്കൂല. അവരെ കൂടെ പോന്നു കേട്ടാ. അവള് അവിടെ കൂടെ പോയി. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു, മാന്തലും പിച്ചലും. അവരെ കൂടെ പോന്നു. എങ്ങോട്ടാ വെച്ച് പിടിക്കുന്നേ? അവരൊക്കെ അങ്ങ് നിൽക്കുക. എന്നാ തുമ്പി വന്നിട്ടുണ്ട്, അവളെ കൂട്ടുകാരിയാ തുമ്പി. ഭയങ്കര ഇഷ്ടമാണ് തുമ്പിക്ക് മണിക്കുട്ടിയെ. പോന്നു. എങ്ങോട്ടാ? അവിടെ ജിമ്മിയല്ല, ജാനു നിപ്പോണ്ട്. ജാനുവിൻ്റെ അടുത്തോട്ട് പോവാ. ഡേയ്, നിങ്ങളെ കൂടെ ഒരു അരേനെ ഞാനായിട്ട് കയറ്റി വിട്ടായിരുന്നില്ല, അതെവിടെ പോയി? നിങ്ങൾ അതിനവിടെ കളഞ്ഞിട്ട് ഇനി വന്നാ? ഒരുത്തിതാ ഇവിടെ ഒരു പ്ലാസ്റ്റിക് എവിടുന്നോ കിട്ടിയത് എടുത്തു വെച്ച് കടിച്ചു കുറച്ചുകൊണ്ടിരിക്കുക തുമ്പി. ജിമ്മിട്ടാ മണിക്കുട്ടി എവിടെ? ജാക്കി മണിക്കുട്ടി എവിടെ? ജാക്കി മണിക്കുട്ടി എവിടെടാ? ഇവിടെ ഒന്നും കാണുന്നില്ല, ദൈവമേ. ചക്കി മണിക്കുട്ടി എവിടെ? ആഹാ, അവിടെ പോയതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്ത് എവിടെ നിൽപ്പുണ്ട്. എവിടെ നിന്ന് കളിക്കുക മണിക്കുട്ടി? ഉണ്ടാ അവിടെ പോയിന്ന് കളിക്കുക. നിങ്ങളിവിടെ എന്താ എടുക്കുന്നത് എല്ലാവരും കൂടെ? ആ ചേമ്പ് നശിപ്പിക്കോ? ഇപ്പൊ നോയിക്കോ, ചേമ്പിന്റെ മൂട്ടിന്ന് മാറി കിടന്നേ. ഇവിടെ എന്തോ പരിപാടി? എന്താ ഇവിടെ പരിപാടി? ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്നും എന്തോ പരിപാടി? വിശാലമായിട്ട് വന്നിട്ട് പ്ലാസ്റ്റിക് ടിന്ന് കിട്ടി, അതെടുത്ത് വെച്ച് കടിച്ചോണ്ടിരിക്കുക. കൊതു കടിക്കുന്നുണ്ടാ? ഇവിടെ ആരും കിടന്ന് കറങ്ങരുത്, ചെടി തട്ടി നശിപ്പിക്കരുത്. ഇങ്ങോട്ട് പോ, താഴെ പോ. പൈസ ചിലവാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ അതൊക്കെ. വാ താഴെ പോ, വാ മണിക്കുട്ടി, വാ പോവാൻ, താഴെ പോവാ മണിക്കുട്ടി. അതിൻ്റെ പോലും ചെയ്യുന്നില്ല പെണ്ണ്, നോക്കിയാണ്. റാണി ഇവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം, മതിൽ ചാടി അടി ഞാൻ തരും, നോക്കിക്കോ. ഒന്ന് പോക്ക് കണ്ടില്ലേ? വയറ്റി ആരെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ആരെയാണെന്നറിയാമോ? വേണ്ട, അവിടെ തുമ്പി ഇരിക്കുന്നുണ്ട. തുമ്പി അവിടെ എന്തോ പരതുന്നു. അണ്ട മാൻ ചാടത്തോളൊക്കെ ഓടിയൊക്കെ അവളടുത്ത് പോയണ്ട. ഇവിടെ മാന്തി പറിക്കൽ നടക്കുന്നത്. അവിടെ ചാടി എണീറ്റേ. റാണിയുടെ മാന്തലുണ്ട്, ഇവിടെ ഒരാൾ ചാടി എണീറ്റ്. നിമ്മയാണെങ്കിൽ പിന്നെ കാല് പൊക്കി മൂത്രം ഒഴിക്കാൻ സ്ഥലം എവിടെയാ ഉള്ളതെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. എല്ലായിടം മണപ്പിച്ച് നടക്കും. കാണുന്നിടം എല്ലാം പോയി മൂത്രം ഒഴിക്കും. തുമ്പി അവളെ മറിച്ചിടരുത്. അവളെ ചവിട്ടിയൊന്നും ചെയ്യരുതേ. മണിക്കുട്ടി അടിയിൽ എവിടുന്ന് അവരെ ചവിട്ടി കിട്ടു. ഇതവിടെ നിന്നൊരു സൗണ്ട് വരുന്നു. എങ്ങോട്ട് പോവാ അമ്മച്ചി? അവരെയൊക്കെ പരിക്കാനായിട്ട് പോയാ. സൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ. മണിക്കുട്ടി എണീര അവിടെ നിന്ന്. അവിടെ കാര്യമായിട്ട് മാന്തുക ഒരുത്തെ. വൈറ്റി അവളെ ഉപദ്രവിക്കരുത്. വരുന്നു. മണി വാ, താഴെ പോകാം, വാ.
ഇവിടെ താഴെ കൊണ്ടുവരട്ടെ എന്നാ ഓടിക്കൊണ്ടുവരുന്ന ഓട്ടോ വേണതോ ഓടിയ ഓടിയ 3 കാലിലാണെങ്കിലും ഓട്ടം ഭയങ്കരമാണ്. ബാ 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 താഴെ ബാ എന്തുവാ ഇവിടെ നിക്കട്ടെ കളിക്കുക അവിടെ നിൽക്കട്ടെ. റാണിക്കാണെങ്കിൽ ഒന്നാമത് എക്സസൈസ് ഇല്ലാതെ നിൽക്കുക. ഇങ്ങനെയെങ്കിലും 2 ഓട്ടം ഓടട്ടെ. ഞാൻ അവിടെ നിന്ന് താഴെ ആക്കിയതേ അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ടിരിക്കുന്നതുകൊണ്ട് അവരെ ചിലപ്പോൾ നശിപ്പിക്കും. കളിച്ച് അതിൻ്റെ മണ്ടേ കൂടെ കയറി ചാടും. അതാ ഇനി താഴെ ആക്കിയത്. അടങ്ങി നീ ഇന്ന് കളിക്കണേ. അണ്ണൻ ഇവിടെ ഇന്നത്തെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ കോവയ്ക്കയുടെ വലകളെല്ലാം പോയി എല്ലാം എന്താ ചരിഞ്ഞൊടിഞ്ഞൊക്കെ കിടക്കുന്നു. അതെല്ലാം പിടിച്ച് പൊക്കി കെട്ടലാണ് ഇന്നത്തെ അണ്ണൻ്റെ ഡ്യൂട്ടി. അപ്പം അതിന് എൻ്റെ ഹെൽപ്പ് വേണം. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. ഓട്ടോടെ പോകണം. അങ്ങനെ പുറത്ത് പോയി അവിടെ കിടന്ന് കളിക്കുന്നു. പറയുമ്പോഴേക്കാണ് തുമ്പിരോടാ ഇതെന്തൊരു ഇരുത്തോ ജാക്കിയില്. ഒരാള് കോഴിക്കൂട്ടി കയറിയിട്ട് ഇറങ്ങി വരുന്നുണ്ടാ. റാണി മുട്ട ഉണ്ടോ നോക്കാൻ പോയിട്ട് വരുന്നുണ്ടാ. ഈ കള്ളി അവിടെ മൂത്രം ഒഴിച്ചു. മുട്ട കിട്ടിയാ കോഴിക്കൂട്ടി കയറിയിട്ട്. സന്ധ്യ ആയപ്പോഴത്തേക്ക് എല്ലാവരും കൂട്ടി കയറി ഇരിച്ചു തുടങ്ങി. ഇങ്ങോട്ട് ഇറങ്ങണേ. നമ്മളെ പൂവൻ മതിൽ ചാടുന്ന പൂവനെ ഒന്ന് കുറേ ദിവസം കൂടി തുറന്നു വിട്ട പാടെ അവൻ അതുവഴി പോയി അപ്പുറം മതിൽ കളിയിട്ടു. അവനെ പിടിച്ചുകൊണ്ട് വന്നു. ഇത്രയും നേരം എല്ലാവരും രാത്രി പെരയിടത്തിൽ ഭയങ്കര കളിയും ഓട്ടവും ബഹളമായിരുന്നു. ക്ഷീണിച്ച് റാണി ഇനി താഴെ വന്ന് വെള്ളം കുടിച്ചതോ റാണി അവിടെ കിടത്തേയുമായി. ഇത്ര നേരം അവിടെ ഓട്ടവും ചാട്ടമായിരുന്നു. വെള്ളം കുടിക്കുന്നുണ്ടോ പോയത്. നേരം സന്ധ്യയായി. ഇനിയിപ്പം വിളക്കെല്ലാം കത്തിക്കാൻ സമയമായി. അപ്പോൾ എല്ലാവർക്കും ബായ്.